ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ മുരിങ്ങാക്കായ പൊള്ളിച്ചത്. അപ്പോൾ ഈ നോൺ കഴിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടിപൊളി കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കറിയാക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 2 നുള്ളു ഉലുവ, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 10 വെളുത്തുള്ളി അതും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി, കളറൊന്നും മാറണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി, അതൊന്ന് അധികം ചെറുതല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ആ തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും കൂടി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ല രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഞെങ്ങി പോകണ്ട. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മുരിങ്ങാക്കായി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങാക്കായി 3 എണ്ണമാണ്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്നും ഒന്ന് 2ആയിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് നാളികേരപ്പാൽ, 2ാമത്തെ പാലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1ാമത്തെ പാൽ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരമാണ് കേട്ടോ. ഇതിന് വേണ്ടി അരച്ചിട്ട് മിക്സിയുടെ ബ്ലെൻഡറിൽ ഒന്ന് അരച്ചിട്ട് അരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാവരും കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തത്. അപ്പോൾ ഈ 10 മിനിറ്റ് കൊണ്ട് മുരിങ്ങാക്കായ നല്ല രീതിയിൽ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഈ കറി ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് വേവാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ നാളികേരപ്പാലൊക്കെ വറ്റി ഒന്ന് കുഴഞ്ഞ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കായൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിലുള്ള നാളികേരപ്പാൽ, 1ാം പാൽ അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആ തിളച്ചൊന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് പോവരുത്. അപ്പോൾ ഇത്ര മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി എല്ലാം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട, അതിൻ്റെ ആ ഗ്രേവി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ കറിയുടെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കണ്ട, അടിപൊളി കറിയാണ് കേട്ടോ. ഇതിൽ ചേർക്കുന്ന മസാലകളുടെ അളവ് കൂടിപ്പോയാൽ നമുക്ക് കറിക്ക് വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് അളവിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റുള്ള ഈ മുരിങ്ങാക്കായ് പൊള്ളിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റാ.